ഇല്ലുസ്ട്രേറ്ററിൽ ഇതുപോലൊരു അബ്സ്ട്രാക്ട് ഗ്രേഡിയന്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം എലിപ്സ് ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഒരു സർക്കിൾ വരയ്ക്കുക, ഗ്രേഡിയന്റ് ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു പാനൽ ഓപ്പൺ ആയി വരും. വന്നില്ലെങ്കിൽ ഇവിടെ ഗ്രേഡിയന്റ് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ടൈപ്പ് ഫ്രീ ഫോം ഗ്രേഡിയന്റ് എന്നുള്ളതിലേക്ക് മാറ്റുക. ഇത് നമുക്ക് എത്ര ഡോട്ട്സ് വേണമെങ്കിലും ഇടാം. ഞാനിവിടെ ഒരു 4 ഡോട്ട്സ് ഇടുന്നുണ്ട്. താഴെയുള്ളവിടെ കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡ് ബ്ലൂ കൊടുക്കുന്നുണ്ട്. തൊട്ട് മുകളിൽ അതേ കളറിന്റെ കുറച്ച് ലൈറ്റർ വേർഷൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ആ പിന്നിൽ കളർ പാനൽ ഓപ്പൺ ആയി വരും. ഇവിടെ കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു വേർഷൻ കൊടുക്കുന്നുണ്ട്, ലൈറ്റ് ഗ്രീനിഷ്, ലിറ്റിൽ മോർ ബ്ലൂയിഷ്. ഓക്കെ, എഫക്ട് പാനൽ ഓപ്പൺ ചെയ്ത് അതിൽ ഡോക്യുമെന്റ് റാസ്റ്റർ സെറ്റിംഗ്സ് ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്ത് ഒരു 300 പിക്സൽസ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അഗെയിൻ ഗോ ടു എഫക്ട്, ബ്ലർ, റേഡിയൽ ബ്ലർ. റേഡിയൽ ബ്ലർ ഒരു 20 to 30 കൊടുക്കാം. അതിനുശേഷം ഇവിടെ സൂം ബെസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എങ്ങോട്ടാണ് റേഡിയൽ ആവുന്നുണ്ട് ആ ഓപ്ഷനിലേക്ക് മാറ്റുക. ഞാൻ ഈ ഒരു സൈഡിലേക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഈ സെൻറ്റർ പോയിന്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ദെൻ ക്ലിക്ക് ഓക്കെ. ഓക്കെ, അതിനുശേഷം അഗെയിൻ ഗോ ടു എഫക്ട്, ടെക്സ്ചർ, ഗ്രൈൻ. ഗ്രൈൻ വന്ന് ഒരു 10% കൊടുക്കാം. കോൺട്രാസ്റ്റ് മേ ബി ഒരു 60-50 ആ റേഞ്ചിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ എഡിറ്റ്സ് വരുത്തണമെങ്കിൽ വിൻഡോസിൽ അപ്പിയറൻസ് പാനൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാകും, അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാം. സ്പേഡിൽ ക്ലിക്ക് ചെയ്യാം. ഒരു 50 കൊടുക്കുന്നുണ്ട് ഞാൻ, കുറച്ചും കൂടി ഒരു സ്മൂത്തർ എഫക്റ്റിന് വേണ്ടിയിട്ട്. ദെൻ ക്ലിക്ക് ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൈനും വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ബട്ട് ഗ്രൈൻ ഞാൻ ആസ് ഇറ്റ് ഈസ് വെക്കുകയാണ്. നൗ വി ഹാവ് എ അബ്സ്ട്രാക്ട് ഗ്രേഡിയന്റ്.